കടയിലേക്ക് കയറിച്ചെന്നത് വലിയൊരു മൂർഖൻ. കടയുടമയും നാട്ടുകാരും ഞെട്ടി. സംഭവം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര അവണൂരാണ്. മൂർഖൻ പാമ്പ് റോഡ് ക്രോസ് ചെയ്തതിനിടയിൽ പരിക്കും പറ്റി. റെസ്ക്യൂ ടീമിലെ മനോജ് തല്ലില പാമ്പിനെ പിടികൂടുകയും തുടർന്ന് ഫോറസ്റ്റിന് കൈമാറുകയും ചെയ്യും. ഏകദേശം 5 വയസ്സ് പ്രായമുണ്ട്. 5 വയസ്സ് പറഞ്ഞത് കാരണം ഇപ്പോൾ പാമ്പുകൾ ഇണ ചേർന്ന് കഴിഞ്ഞു. ഇപ്പോൾ മാളം കണ്ടെത്തി മുട്ട തയ്യാറായി. ഇപ്പോൾ മുട്ട ഇടാനുള്ള സമയമായി. ഇപ്പോൾ മാളങ്ങളിൽ ചില പാമ്പുകൾ നേരത്തെ തന്നെ ഇണ ചേർന്ന പാമ്പുകൾ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മുട്ടയിട്ട് മാളത്തിന് തിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇങ്ങനെ ഈ പാമ്പുകളെ കാണുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു വീടിൻ്റെ അടുത്തൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ അതിനെ റെസ്ക്യൂ ചെയ്യാൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളത് നോക്കി നിൽക്കണം. അത് എങ്ങോട്ടാണ് മൂവ് ചെയ്ത് പോകുന്നതെന്നുള്ളത് നോക്കി നിൽക്കണം. അതുപോലെ നമ്മുടെ പാറക്കെട്ട് മതിലിനകത്ത് പാറക്കെട്ടില്ലയോ, അതിനകത്ത് കയറുന്ന പാമ്പാന്ന് വിളിക്കുകയും ചെയ്യില്ല. കാരണം DRൻ്റെ കെട്ടാണ്. അത് ഒരു ഹോളിൽ കയറി കഴിഞ്ഞാൽ ഇതിന് എൻഡി വരെ സഞ്ചരിക്കാനുള്ള ഇതുകൊണ്ട് നമ്മൾ മതിൽ പൊളിച്ചാൽ പോലും കിട്ടത്തില്ല. അല്ലാതെ മൺകയ്യാലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിനോട് ചേർന്നാണെങ്കിൽ എടുക്കാം. വല്ല പുരയിടത്തിലാണെങ്കിൽ നമുക്ക് എടുക്കാനുള്ള അനുവാദമില്ല. കാണുമായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്നായിരിക്കത്തില്ല, അതിക്കുള്ളതാണ്. ഇതിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് വണ്ടി ചെറുതായിട്ട് തട്ടിയതിൻ്റെ പേരിലാണ് ഇവിടെ വന്ന് കയറിയത്. അതിന് കണ്ണിൻ്റെ ഭാഗത്ത് ചെറിയൊരു പരിക്കുണ്ട്. ചെറിയ ബ്ലഡ് ഇങ്ങനെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇത് ഫസ്റ്റ് കേസാണ്. നല്ല സൈസ് ഒരു മുറുകനാണ്. ആണാണ് സാധനം. ആൺമുറുകനാണ്. പിന്നെ നമ്മൾ അഞ്ചൽ റേഞ്ചിൽ കൊടുക്കും, അല്ലെങ്കിൽ കൊല്ലത്ത് SIPയിൽ കൊടുക്കും. നമ്മൾ നേരിട്ട് തന്നെ കൊണ്ടുകൊടുക്കും. അതേ ഉള്ളൂ. അല്ല, അങ്ങനല്ല. നമ്മളിപ്പോൾ പാമ്പുകളെ വീട്ടിൽ വയ്ക്കാൻ നിയമമില്ലല്ലോ. അപ്പം കിട്ടുന്ന പാമ്പിനെ അവിടെ റിപ്പോർട്ട് ചെയ്യുക, അന്ന് തന്നെ നമ്മളവിടെ കൊണ്ട് കൊടുക്കുക. ഇതിനെ നമ്മൾ ഉൾക്കാട്ടിൽ കൊണ്ട് കളയും. അതേ ഉള്ളൂ. മൂർഖൻ വിനമുള്ളതാണ്. അല്ല, ഇപ്പം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ സ്ഥിരമായിട്ടൊരു മൂർഖനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു മാളത്തിൽ തല ഇങ്ങനെ പുറത്തോട്ടിരിക്കുന്നത് ചിന്തിച്ചോണം അതിൻ്റെ അകത്ത് മുട്ടയുണ്ടെന്ന്. കാരണം ഇത് മുട്ടയിട്ട് കഴിഞ്ഞാൽ രാവിലെ ഇളം വെയിലടിക്കുമ്പോൾ പുറത്തിറങ്ങി കിടക്കും, വെയിൽ കൊള്ളാനായിട്ട്. അതേപോലെ തന്നെ വൈകിട്ടും അതേപോലെ തന്നെ പുറത്തിറങ്ങി കിടക്കും. നമ്മൾ ആളിൻ്റെ തലവട്ടം കാണുക, അനക്കം കണ്ടേ പിന്നെ റിട്ടേൺ വലിക്കും. അതിനകത്ത് കാണും. ഏകദേശം എത്ര കുഞ്ഞുങ്ങൾ വരെ കാണും? ഏത് നല്ലൊരു സൈസ് ഒരു മൂർഖനൊക്കെ ആണെങ്കിൽ 40-45 മുട്ട വരെയൊക്കെ കാണും. അതിനകത്ത് കുറച്ച് 1-2-3 മുട്ട ചിലപ്പോൾ നഷ്ടമായിരിക്കും. ബാക്കി മുട്ടയെല്ലാം വരും. എൻ്റെ ഒരു മനോജ്, ഞാൻ നല്ലിലയാണ്. മനോജ് കാക്കത്താണെന്ന് പറയും. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ 10-12 വർഷമായി. അത് കണക്കൊന്നുമില്ല. അതുകൊണ്ട് 3000-ൽ പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. ഞാൻ അഞ്ചൽ റേഞ്ചിലായിരുന്നു. ഞാൻ ഡെയിലി ബേസിൽ RRT റെസ്ക്യൂ ആയിട്ട് 7 അടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മളല്ല തന്നെ. ഇല്ല, എവിടെ വിളിച്ചാലും പോകും. പിന്നെ വേറെ ആരും നമ്മളെ വിളിക്കുന്നവർ നമുക്ക് വണ്ടിക്കൂലി എണ്ണയ്ക്കുള്ള കാശ് തരണം. കാരണം നമ്മൾ ഇത്ര ഓടി വരുന്നത്. ചിലർ ചോദിക്കും ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ പൈസ കിട്ടത്തില്ലയോ, നിങ്ങൾ പാമ്പിനെ പിടിച്ച് അവിടെ നിന്ന് കിട്ടത്തില്ല. അവിടെ നിന്നൊന്നുമില്ല. നമ്മളെ വിളിക്കുമ്പോൾ വീട്ടുകാർ എന്തെങ്കിലും തരുന്നേ ഉള്ളൂ. നമുക്ക് എണ്ണ അടിക്കാനുള്ള കിട്ടുന്നത്. നമ്മളത് ചോദിക്കത്തുമില്ല, തരുന്നത് മേടിച്ചുകൊണ്ട് പോകും. അത്രയേ ഉള്ളൂ. നമ്മൾ സേവനം. നമ്മൾ ഇത്ര രൂപ വേണമെന്ന് നമ്മൾ പറയത്തില്ല. നമുക്ക് തരുന്ന എന്താണോ നമ്മൾ മേടിക്കും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ വെനം എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചാൽ മൂർഖൻ്റെ കടി ഏറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് കോട്ടാവുകയാണ്, കട്ട പിടിക്കുകയാണ്. അണലിയുടെ കടി ഏറ്റ് കഴിഞ്ഞാൽ ബ്ലഡ് ലൂസ് ആവുകയാണ്. പക്ഷേ അതേ ഉള്ളൂ. ഇല്ല, നമ്മുടെ വേറെ ഉണ്ട്. ഇവിടെ ഓടിച്ചു വിട്ടാൽ വിഷയമാണ്. കാരണം അപ്പുറം എല്ലാം വീടുകളും കടകളും എല്ലാം ഉള്ളതല്ലേ. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇപ്പോൾ അങ്ങോട്ടെല്ലാം കാട് പിടിച്ച ഒരു ഏരിയ ആണെങ്കിൽ ഓടിച്ചു വിടുന്നതിന് കുഴപ്പമില്ല. അത് പൊക്കോളും. അത് അതിൻ്റെ വഴിക്കാൻ പോയിക്കോളും. നമ്മുടെ വീടിൻ്റെ പരിസരത്തെല്ലാം പാമ്പുകളുണ്ട്. നമ്മുടെ കണ്ണിൽ കാണുമ്പോഴാണ് ഇത് വരുന്നത്. നമ്മുടെ കണ്ണിൽ കാണാതെ എത്രയോ എണ്ണം കിടക്കുന്നുണ്ട്. ചവിട്ടിയാൽ കടിക്കും. അല്ലാതെ ഒന്നും ചെയ്തില്ല. പാമ്പ് ഇന്നവരെ ആരെയും ഓടിച്ചിട്ട് കടിച്ചിട്ടില്ല. നമ്മുടെ പട്ടികളൊക്കെ ആണെങ്കിൽ ഓടിച്ചിട്ട് കടിക്കും. പക്ഷേ പാമ്പുകൾ ആരെയും ഇന്നവരെ ഓടിച്ചിട്ട് കടിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ അതിനെ ദേഹത്തിനും ചെയ്യുക, അതിനടുത്ത് വേല കാണിക്കുക ചെയ്യുന്ന കഴിഞ്ഞാൽ പണി കിട്ടും. അത്രയേ ഉള്ളൂ. നമ്മളിപ്പം പോച്ചിറക്കാൻ പോയാലും അല്ലെങ്കിൽ വിറവടിക്കാൻ പോയാലും ഒരു കമ്പ് കൈയിരിക്കണം. പോച്ചിറക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ പോച്ചയുടെ മേളിൽ ഇങ്ങനെ അനക്കി സൗണ്ട് ഉണ്ടാക്കി മാറ്റുക. അത്രയേ ഉള്ളൂ. അല്ലാതെ അറിയില്ല. ഞാൻ വീട്ടിലായിരുന്നു. വീട്ടിൽ നിന്നപ്പോഴാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വരുന്നത്. കൊടുത്തു. കുഴപ്പമില്ല. വിളിച്ചാൽ ഏത് പാലത്തിൽ വിളിച്ചാൽ നമ്മൾ വരും. വരും. ഓക്കെ ആയിക്കോട്ടെ.